ഹലോ, നമ്മൾ ഇന്നലെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ടൗണിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേ വഴിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് നിന്നും ബേക്കലം വഴി കാഞ്ഞങ്ങാടേക്ക് പോകുന്ന റോഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെ മേൽപ്പറമ്പ എന്ന് പറയുന്ന ജംഗ്ഷനിലാണുള്ളത്. കാസർഗോഡ് നിന്ന് വരുമ്പോൾ നമുക്ക് റൈറ്റ് എടുത്തിട്ട് വേണം കീഴൂർ റോഡ് വഴി ഈ ബീച്ചിലേക്ക് പോകാൻ. ഈ റോഡാണ് കീഴൂർ റോഡ്. ചെമ്പരിക്ക എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഈ ബീച്ചിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്. അതായത് മേൽപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ചെമ്പരിക്ക ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ദൂരോട്ട് നോക്കാൻ കൂടി പറ്റുന്നില്ല, അതുപോലത്തെ വെയിൽ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ചെമ്പരിക്ക. ടീ സ്റ്റാളുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഇവിടെ നോബിൾ പുഴ, കടനാട് പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ചെമ്പരിക്ക പുഴ കടലുമായി ചേരുന്ന കാഴ്ച ഇവിടെ കാണാം. ഇത് ബീച്ചിന് പ്രത്യേക ആകർഷണം നൽകുന്നു. ബീച്ചിനോട് ചേർന്നുള്ള പാറക്കെട്ടുകളാണ് ഈ ബീച്ചിന് പ്രത്യേക ഒരു സൗന്ദര്യം നൽകുന്നത്. വൈകുന്നേരം നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഈ സമയമാകുമ്പോഴേക്കും നല്ല വിശപ്പ് വന്നു. നമ്മൾ 2 ഷെയ്ക്കും കുറച്ച് സ്നാക്സും കഴിച്ചു. നേരത്തെ കണ്ടതുപോലെ ഒത്തിരി ടീ സ്റ്റാളുകളും പിന്നെ ഹോട്ടൽസും ഈ ബീച്ചിൻ്റെ സൈഡിൽ കാണാം നമുക്ക്. ഇതാണ് നമ്മൾ സ്നാക്സും ഷെയ്ക്കും വാങ്ങിച്ച കട. നല്ല രസമാണ്. ഇഷ്ടംപോലെ ചെയറും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സൺസെറ്റ് കണ്ടുകൊണ്ട് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു അബദ്ധം പറ്റി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നും ഫോൾട്ടുണ്ട്. കാരണം നമ്മൾ റേറ്റ് ചോദിക്കാതെയാണ് ഫുഡ് കഴിച്ചത്. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് 2 ഷെയ്ക്കും 1 പ്ലേറ്റ് കാടമുട്ടയും പിന്നെ 1 പ്ലേറ്റ് മോമോസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഏകദേശം ഒരു 20 കാടമുട്ടയും പിന്നെ ഏകദേശം ഒരു 10 മോമോസുമാണ് പ്ലേറ്റിലുണ്ടായത്. കാടമുട്ടയ്ക്ക് പ്ലേറ്റിന് 200 രൂപയും മോമോസിന് പ്ലേറ്റിന് 200 രൂപയാണ് ചാർജ് ചെയ്തത്. പിന്നെ ജ്യൂസിന് 90 രൂപയാണ്. അത് ഒരു നോർമൽ പ്രൈസിംഗ് ആയിട്ട് തോന്നി. പക്ഷേങ്കിൽ ബാക്കി രണ്ടും അത്ര നോർമൽ പ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. കൂടുതലായിട്ട് നമുക്കത് ഫീൽ ചെയ്തു. പക്ഷേ നമ്മളത് പറയാൻ പോയില്ല. കാരണം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൈസയെ കുറിച്ചിട്ട് പറയുന്നത് ഒരു ശരിയല്ലാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചിട്ട് പിന്നെ ചർച്ച ചെയ്തില്ല. അപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയി കഴിഞ്ഞാൽ എന്തൊരു ഭക്ഷണ സാധനം ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് അതിൻ്റെ പ്രൈസിങ് ചോദിച്ചറിയുന്നത് നല്ലതായിരിക്കും. കാരണം സാധാരണ നമ്മൾ പുറത്ത് കിട്ടുന്ന ഫുഡിൻ്റെ വിലയേക്കാളും എപ്പോഴും ഹയർ ആവാൻ സാധ്യതയുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസിലത്തെ ഭക്ഷണ സാധനത്തിന്. അപ്പോൾ ഇതുപോലത്തെ അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും അതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി. ചെമ്പരിക്ക ബീച്ചിലെ സൺസെറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല ജനങ്ങൾ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഈ പാറേൻ്റെ മുകളിൽ ഇരുന്നിട്ട് സൺസെറ്റ് കാണുന്നത് ഒരു പ്രത്യേക ഫീലാണ്. പക്ഷേങ്കിൽ കുട്ടികളെയും കൊണ്ട് ഇവിടെ വരുന്നത് അത്ര സേഫായിട്ട് തോന്നുന്നില്ല. കാരണം ഈ പാറകൾക്കിടയിലൊക്കെ നല്ല വിടവുകളുണ്ട്.
കുട്ടികളെ പരമാവധി പാറയുടെ മുകളിലേക്ക് കയറ്റാതിരിക്കാൻ ശ്രമിക്കുക. ആനയെയും കടലിനെയും എത്ര കണ്ടാലും മതി വരില്ല എന്ന് പറഞ്ഞ പോലെ എത്ര വട്ടം കടൽ കണ്ടാലും നമ്മൾ വീണ്ടും വീണ്ടും കടൽ കാണാൻ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ടൂറിസ്റ്റ് പ്ലേസിൽ വരുമ്പോൾ നമ്മൾ പരമാവധി പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും വലിച്ചെറിയാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്പരിക്ക ബീച്ചിലെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. അത്യാവശ്യം വിവരങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്.